നമസ്കാരം. അങ്ങനെ ശ്രീകൃഷ്ണൻ ഗുരുകുല വിദ്യാഭ്യാസം തുടങ്ങിയെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞല്ലേ. വെറും 64 ദിവസം കൊണ്ട് അദ്ദേഹം ലോകത്തിൽ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം പഠിച്ചു. ഇപ്പോൾ ഗുരുദക്ഷിണ, വിദ്യാഭ്യാസം കഴിഞ്ഞ് പോവാറായി. അപ്പോൾ എന്ത് വേണം? ഗുരുദക്ഷിണ കൊടുക്കണം. അങ്ങനെ ഗുരുകുലം വിടേണ്ട കാലമായപ്പോൾ, ഗുരുനാഥ, ഞങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തിയായെന്ന് അവിടുന്ന് കൽപ്പിക്കുന്നു. ഗുരുദക്ഷിണ വാങ്ങി ഞങ്ങളെ അനുഗ്രഹിച്ചയക്കണം. അങ്ങേക്ക് ദക്ഷിണയായി നൽകേണ്ടത് എന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ആയതിനാൽ അവിടത്തേക്ക് ഇഷ്ടമുള്ളതേതോ അത് അരുളി ചെയ്താലും എന്ന് ചെന്താമരക്കണ്ണൻ പറയുകയാണ്. ആരോടാ? സാന്ദീപിനി മഹർഷിയോട് പറയുക. അപ്പം മുനീന്ദ്രൻ പ്രതിവചിച്ചു, തിരിച്ചു പറയുകയാണ്. എന്താ പറഞ്ഞത്? കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദിവ്യന്മാരാണെന്ന് എൻ്റെ അന്ധകരണത്തിൽ എനിക്ക് തോന്നിക്കുന്നു. എനിക്ക് തോന്നുകയാണ് നിങ്ങൾ സാധാരണ കുട്ടികളല്ല, ദിവ്യന്മാരാണ്. കൃഷ്ണ, 64 ദിവസം കൊണ്ട് സർവ്വവിദ്യകളും പഠിച്ച നീ ദിവ്യനാണ്, സംശയമില്ല. അങ്ങനെയുള്ള നിങ്ങളുടെ ഗുരുനാഥസ്ഥാനം മൂലം എനിക്ക് ലഭിച്ച സുഹൃതം പറഞ്ഞറിയിക്കാൻ വയ്യ. വിശേഷ മഹാഭാഗ്യമാണ് എൻ്റെ ദക്ഷിണ. അതിന്മീതെ മറ്റൊരു ദക്ഷിണയും ഞാൻ ആഗ്രഹിക്കുന്നില്ല കൃഷ്ണ. മല്ലവൈരി ശ്രീകൃഷ്ണൻ വീണ്ടും മെല്ലെ പറഞ്ഞു, ഗുരുദേവ, വിദ്യാഭ്യാസം പൂർത്തിയാകണമെങ്കിൽ ഗുരുദക്ഷിണ നൽകണമെന്നാണല്ലോ ശാസ്ത്രം ഘോഷിക്കുന്നത്. ആയതിനാൽ ഗുരുനാഥ, അവിടത്തേക്ക് ആഗ്രഹമുള്ളത് തുറന്ന് പറഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അപ്പോൾ സാന്ദീപിനി തൻ്റെ പത്നിയുമായി ആലോചിച്ചു. ആ ധന്യാങ്കി പതുക്കെ പറഞ്ഞു, അവർ ദിവ്യന്മാരായ ബാലന്മാരാണ്. നമ്മുടെ കാണാതായ കുഞ്ഞിൻ്റെ കാര്യം അവരോട് ഒന്ന് പറഞ്ഞു നോക്കൂ. ഭാര്യ പറയുകയാണ് സാന്ദീപിനിയോടെ. അങ്ങനെ പ്രിയതമയുടെ ഉപദേശം അനുസരിച്ച് മുനീന്ദ്രൻ പറഞ്ഞു, ഞങ്ങൾക്ക് ആഗ്രഹമുള്ളത് പറയാം. ആകെ ഞങ്ങൾക്ക് ഒരു പുത്രൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം അവൻ പ്രഭാസ തീർത്ഥത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വെള്ളത്തിൽ താഴ്ന്നുപോയി. പിന്നെ അവനെ ഞങ്ങൾ കണ്ടിട്ടില്ല. വെള്ളത്തിൽ മുങ്ങി മരിച്ചതാണെങ്കിൽ ജഡം കാണണ്ടേ? അതും കണ്ടിട്ടില്ല. ആയതിനാൽ അവനെ ഏതോ ജലപിശാച് അപഹരിച്ചിരിക്കുന്നു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. നിങ്ങൾക്ക് കഴിവുള്ള പക്ഷം അവനെ കൊണ്ടുവന്ന് തന്നാൽ അതിനേക്കാൾ മഹത്തായൊരു ഗുരുദക്ഷിണ ഞങ്ങൾക്ക് വേറെ ഇല്ല. ഗുരുസന്നിധിയിൽ നിന്നും പുത്രന്മാരെ കൊണ്ടുവരാനായി വസുദേവർ അയച്ചിരുന്ന രഥം അവിടെ കിടപ്പുണ്ടായിരുന്നു. തൽക്ഷണം തന്നെ കൃഷ്ണൻ ഗുരുവിനോട് യാത്രയും ചൊല്ലി അഗ്രജനും ഒരുമിച്ച് ബലരാമനും ഒരുമിച്ച് ആ രഥത്തിൽ കയറി നേരെ സമുദ്രതീരത്ത് ചെന്നു. വരുണനെ മനസ്സിൽ നിരൂപിച്ചു. വരുണൻ സമുദ്രത്തിൻ്റെ ദേവനാണല്ലേ. അങ്ങനെ നിമിഷമാത്രയിൽ ജലാധിപൻ ജലജനേത്രൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് വണങ്ങി നമസ്കരിച്ചുകൊണ്ട് ഉണർത്തിച്ചു, ഭഗവാനെ, വീണ്ടും നിന്തിരുവടിയെ തൃക്കൺ പാർക്കാനുള്ള ഭാഗ്യം അടിയനുണ്ടായല്ലോ. മുമ്പൊരിക്കൽ കണ്ടിട്ടുണ്ട് അല്ലേ? നന്ദഗോപരെ വരുണദേവൻ പിടിച്ചുകൊണ്ട് പോയത് ഓർക്കണില്ലേ? ഇപ്പം വീണ്ടും കാണുകയാണ്. അടിയൻ്റെ ആലയത്തിന് മുമ്പിൽ നിന്തിരുവടി എഴുന്നള്ളി നിൽക്കാനുള്ള കാരണം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. അപ്പോൾ കൃഷ്ണൻ പ്രതിവചിച്ചു, ഹേ വരുണദേവ, അങ്ങ് ആഴിയുടെ അധിപനാണ്. ഞങ്ങളുടെ ഗുരുനാഥനായ സാന്ദീപനി മുനിയുടെ പുത്രൻ ഈ പുണ്യതീർത്ഥത്തിൽ മുങ്ങിയതിന് ശേഷം ഇതേവരെയും കണ്ടിട്ടില്ല. അതിനുത്തരവാദി സമുദ്രരാജനായ അങ്ങാണ്. അതിനാൽ ആ കുട്ടിയെ ഞങ്ങൾക്കുടനെ തിരിച്ചു തരണം. വരുണൻ വിനീതനായി അറിയിച്ചു, ഭഗവാനെ കൃഷ്ണ, നിന്തിരുവടി ഭുവനത്തിന് ആധാരനാണ്. സർവവും അറിയുന്നവനാണ് അങ്ങ്. അടിയൻ്റെ ആലയത്തിൽ അങ്ങനെയൊരു കുട്ടിയില്ല. ഈ കാര്യത്തിൽ അടിയൻ നിരപരാധിയാണ്. ഈ സമുദ്രത്തിൽ പഞ്ചജനൻ എന്ന ഘോര ജലാസുരൻ താവളമടിച്ച് താമസിക്കുന്നുണ്ട്. അവൻ്റെ മുഷ്കടയ്ക്കാൻ അടിയനെ കൊണ്ടും കഴിഞ്ഞിട്ടില്ല. ഒരു വേള അവനായിരിക്കണം ആ ബാലനെ അപഹരിച്ചിട്ടുള്ളത്. മായാവിയായ ആ അസുരൻ ഒരു ശംഖുരൂപത്തിലാണ് വെള്ളത്തിൽ ജീവിക്കുന്നത്. ഇത്രയും പറഞ്ഞ് പാശി വരുണദേവൻ പാഥോജലോചനൻ്റെ അനുവാദത്തോടെ, ശ്രീകൃഷ്ണൻ്റെ അനുവാദത്തോടെ വാരാശിയിൽ മറഞ്ഞു. വരുണൻ അപ്രത്യക്ഷനായ ഉടനെ വാസുദേവൻ എന്ന് വെച്ചാൽ വസുദേവൻ്റെ പുത്രൻ കേട്ടോ, വാരാനിധിയിൽ ചാടി, കടലിലെ ചാടി വളരെ നേരം ജലാന്തർഭാഗത്ത് തപ്പി അന്വേഷിച്ചു. ഫലം ഉണ്ടായില്ല. ഒടുവിൽ
ഒരു അഗാധ കയത്തിൽ വെച്ച് അസുരനെ കമലനേത്രൻ കണ്ടുപിടിച്ചു. അതിഭയങ്കരമായ ഒരു ദ്വന്ദ്വയുദ്ധം ജലത്തിനടിയിൽ വെച്ച് അവർ തമ്മിൽ നടന്നു. അവസാനം കൃഷ്ണൻ അവനെ വധിച്ചു. അവൻ്റെ ശരീര അന്തർഭാഗം മുഴുവനും പരിശോധിച്ചു. ഗുരുനന്ദനനെ അവൻ്റെ ഉള്ളിലെങ്ങും കണ്ടില്ല. ഗുരുവിൻ്റെ പുത്രനെ അവൻ്റെ ഉള്ളിലെങ്ങും കണ്ടില്ല. എന്നാൽ അവൻ്റെ മാറിനുള്ളിൽ ഒരു മനോഹരമായ ശംഖ് ഇരിക്കുന്നത് കണ്ട് അതെടുത്തുകൊണ്ട് കടലിൽ നിന്നും കടൽവർണ്ണൻ തിരിച്ചു പോന്നു. പഞ്ചജന നെഞ്ചകത്തിൽ നിന്ന് ലഭിച്ച ആ ശംഖിനെ പാഞ്ചജന്യം എന്ന് പേരുണ്ടായി. കരയിൽ വന്ന് ജ്യേഷ്ഠൻ്റെ മുൻപിൽ വെച്ച് ആദ്യമായിട്ട്, ആദ്യന്തവിഹീനൻ, ആദ്യവും അന്തവുമില്ലാത്തത് ആരാണ്? ഭഗവാനാണല്ലേ. അങ്ങനെ ഭഗവാൻ ആ ശംഖ് ആദ്യമായിട്ട് വിളിക്കുകയാണ്. നാദബ്രഹ്മത്തോടു കൂടിയ അദ്ഭുത ശബ്ദമായിരുന്നു അതിൽ നിന്നും മുഴങ്ങിയത്. പാഞ്ചജന്യം ശംഖ് കേട്ടിട്ടില്ലേ? ശ്രീകൃഷ്ണൻ്റെ ശംഖാണ് പാഞ്ചജന്യം. ഗുരുസുതനെ, ഗുരുവിൻ്റെ പുത്രനെ ഇനി എവിടെയാണ് അന്വേഷിക്കേണ്ടത് എന്ന് ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ ആലോചിച്ചു. നേരെ പ്രേതലോകത്തിലേക്ക് പോകുക, മരിച്ചവർ ഉണ്ടാവുന്ന സ്ഥലമുണ്ടല്ലോ അവിടേക്ക് പോവുക എന്ന് നിശ്ചയിച്ച് അവർ തേരിൽ കയറി കാലപുരിയിലേക്ക് ശീഘ്രം ഗമിച്ചു. അവിടെ എത്തി കൃഷ്ണൻ പാഞ്ചജന്യം മുഴക്കി. ഘോരമായ ശംഖധ്വനി കേട്ട് ഭയകമ്പിതരായി തീർന്ന യമഭടന്മാർ ഓടി ധർമ്മരാജൻ്റെ സന്നിധിയിൽ ചെന്ന് 2 മഹാത്മാക്കൾ വന്ന് പുരദ്വാരത്തിൽ നിൽക്കുന്നു എന്ന് അറിയിച്ചു. അവർ ആരായിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് അന്തകൻ അതിവേഗം അവിടെ ആഗമിച്ചു. സാക്ഷാത് അവതാരമൂർത്തിയായ ശ്രീകൃഷ്ണനെ ഭഗവാനും അദ്ദേഹത്തിൻ്റെ അഗ്രജനായ ബലഭദ്രനുമാണ് വന്ന് നിൽക്കുന്നത് എന്ന് കൃതാന്തന് മനസ്സിലായി. ഭക്തിപൂർവം തൊഴുതുകൊണ്ട് ശമനൻ ചോദിച്ചു, നിന്തിരുവടി ആരാണെന്ന് അടിയൻ അറിയുന്നു. ഈ നരകലോകത്തിലേക്ക് എഴുന്നള്ളാൻ കാരണം എന്താണ്? ദയവായി അരുളി ചെയ്യണം. പ്രേതാധിപൻ്റെ വാക്കുകൾ കേട്ട് പീതാംബരൻ പറഞ്ഞു, ഹേ യമധർമ്മരാജൻ, ഞങ്ങളുടെ ഗുരുനാഥനായ സാന്ദീപനിയുടെ പുത്രൻ പ്രഭാസതീർത്ഥത്തിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അപ്രത്യക്ഷനായി. ഞങ്ങൾ വരുണാലയം മുഴുവനും അന്വേഷിച്ചു, അവിടെ എങ്ങുമില്ല. ആ ബാലൻ ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉടനെ തിരിച്ചു തരിക. അന്തകൻ അപ്രത്യക്ഷനായി അല്പനിമിഷത്തിനുള്ളിൽ ഗുരുസുതനുമായി തിരിച്ചു വന്നു. ഭഗവാനെ, ലോകരക്ഷക, സാന്ദീപനിയുടെ പുത്രൻ ഈ ബാലനാണ്. സദയം സ്വീകരിച്ചാലും. ഇവൻ എങ്ങനെ ഇവിടെ വന്നു എന്ന് നിന്തിരുവടി ചോദിക്കരുത്. ഭഗവാന്മാരുടെ ദർശനത്താൽ കൃതാന്തനായ അടിയൻ ഇന്ന് കൃതകൃത്യനായി അടിയൻ്റെ ഒരു പുത്രൻ പാണ്ഡുനന്ദനായി ഇവിടുത്തെ ബന്ധുവർഗത്തിൽ വളരുന്നു. അവനെന്നും നിന്തിരുവടി ഒരു സഹായമായിരിക്കണം. ആരാത്? യുധിഷ്ഠിരനാണ് കേട്ടോ. അത് പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. ധർമ്മരാജൻ്റെ പുത്രനാണല്ലോ യുധിഷ്ഠിരൻ. അപ്പോൾ അദ്ദേഹത്തിന് എന്നും ഒരു തുണയായിരിക്കണമെന്ന് ഭഗവാനോട്, ശ്രീകൃഷ്ണനോട് അപേക്ഷിക്കുകയാണ്. യമധർമ്മരാജരത്നമേ, അങ്ങ് ഭയപ്പെടേണ്ട. ധർമ്മം എവിടെയുണ്ടോ അവിടെ ധർമ്മമൂർത്തിയായ ഞാനുമുണ്ട്. എൻ്റെ അവതാരം തന്നെ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയാണ്. ഈ വിധം അരുളി ചെയ്ത് നരകാരിയായ നാരദവർണ്ണൻ നരകാധിപനിൽ നിന്നും ഗുരുവര തനയനെ, ഗുരുവിൻ്റെ പുത്രനെ ഏറ്റുവാങ്ങി അനന്തരം രാമകൃഷ്ണന്മാർ അതിവേഗം ഗുരുസന്നിധിയിലെത്തി മൃതനായി പോയ സുതനെ ജീവനോടെ ഗുരുവിന് ദക്ഷിണയായി നൽകി. മരിച്ചുപോയ കുട്ടിയെ ജീവനോടെ ഗുരുവിന് ദക്ഷിണ നൽകുകയാണ്. ഈ വിധം ഒരു ഗുരുദക്ഷിണ ലോകനാഥനായ കൃഷ്ണനല്ലാതെ ലോകത്തിൽ ആരും ചെയ്തിട്ടില്ല. ഗുരുവര്യൻ അനർഘങ്ങളായ അനുഗ്രഹ ആശസ്സുകൾ അർപ്പിച്ച് ഓമൽ ശിഷ്യന്മാരെ തടവി താലോലിച്ചു. അവരുടെ മൗലികളിൽ സന്തോഷാശ്രുക്കൾ തൂകി. ഗുരുകുലം വെടിഞ്ഞു പോകാൻ തുടങ്ങുന്ന സമയത്ത് സതീർത്ഥ്യനായ കുചേലനെ ആപാദചൂടൻ തടവിക്കൊണ്ട് ആനന്ദമൂർത്തിയായ മുകുന്ദൻ ശ്രീകൃഷ്ണൻ ആമോദത്തോടെ സന്തോഷത്തോടെ പറയണേ, കുചേല, അധികം താമസിയാതെ നീയും ഗുരുകുലം വെടിയും. പോയി ഗൃഹസ്ഥാശ്രമധർമ്മം സ്വീകരിച്ച് പത്നിയോടും സന്താനങ്ങളോടും കൂടി സുഖമായിട്ട് ജീവിക്കൂ. അങ്ങനെ ഭാര്യയും മക്കളുമൊക്കെയായി സുഖിച്ചു വാഴുമ്പോൾ നീ എന്നെ ഓർക്കൂ കുചേല. വിറകിന് പോയ കഥകളെല്ലാം നീ മറക്കരുത് കേട്ടോ. അപ്പോൾ കുചേലൻ പറയാണ്, കൃഷ്ണ, ഒരിക്കലും ഞാൻ നിന്നെ വിസ്മരിക്കില്ല. ഈ കുചേലൻ്റെ ഹൃദയത്തിൽ എന്നും
നിന്റെ മഞ്ജുള രൂപം പതിഞ്ഞുകൊണ്ടിരിക്കും. നീ എന്നെ ഓർമ്മിക്കുമോ കൃഷ്ണ? നീ ദിവ്യനായ ഒരു വലിയ ആളായിത്തീരും. അന്ന് പലവിധ കൃത്യാന്തരങ്ങളിൽ വ്യാപൃതനായി കഴിയുമ്പോൾ നീ എന്നെ, ഈ പാവപ്പെട്ട പഴയ സതീർത്ഥ്യനെ ഓർമ്മിക്കുമോ? ഇല്ല, അന്ന് ഓർമ്മിക്കാൻ നിനക്ക് സമയം കിട്ടില്ല. കുചേല, നിന്നെ ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. നിന്നെ മറന്നാൽ ഞാൻ എന്നെയും മറക്കും. ഞാൻ പോകട്ടെ കുചേല, നമുക്ക് വല്ലപ്പോഴും ഇനി തമ്മിൽ കാണാം. ഈ വിധം സ്നേഹോക്തികൾ പൊഴിച്ചുകൊണ്ട് ആ സതീർത്ഥ്യന്മാർ തമ്മിൽ പിരിഞ്ഞു. അനന്തരം വസുദേവാത്മജന്മാർ തേരിൽ കയറി യഥാകാലം മധുരാപുരിയിലും എത്തി. അങ്ങനെ ഇവിടെ കുറച്ച് കഥകൾ സംഭവിക്കുന്നുണ്ട്. വളരെ കുറച്ച് ദിവസം മാത്രമേ കൃഷ്ണന് ഗുരുകുല വിദ്യാഭ്യാസം ഉണ്ടായിട്ടുള്ളൂ എങ്കിലും ആ ദിവസങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ, കൂട്ടുകാരൊത്തുമുള്ള കഥകൾ, കുചേലനുമായിട്ടുള്ള കഥകൾ, വിറക് പറക്കാൻ പോയതും അപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് പറ്റുകയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും പറയാൻ ശ്രമിക്കാം. എന്തായാലും കുചേലനും ശ്രീകൃഷ്ണനും പിന്നീട് ഭാവിയിൽ കണ്ടുമുട്ടുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? അത് വളരെ പ്രസിദ്ധമായ ഒരു കഥയാണ്. സൗഹൃദത്തിൻ്റെ ഒരു വലിയ മാതൃക തന്നെയാണ് കൃഷ്ണ കുചേലന്മാർ. അപ്പോൾ ഇന്ന് ഇത്രയും. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.